ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? എനിക്കൊരകൽച്ചയില്ല. ഹൈക്കോടതിയിൽ നിന്ന് അച്ഛന് ജാമ്യത്തിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തിരുന്നു. ആ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ദൈവത്തെ വിശ്വസിക്കണം, അല്ലാതെ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളായിട്ട് നടക്കരുത്. ഇത് അന്ധവിശ്വാസമൊന്നും അല്ല, സത്യം തന്നെയാ. ഈ വീട്ടില് ഒരു ജ്യോത്സ്യനെയും വിളിച്ചു വരുത്തി പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അനുപേ, ഇവള് പറയുന്നതിൽ കാര്യമുണ്ട്. അങ്ങനെ ഒരു ദോഷം അച്ഛൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനുണ്ടെങ്കിൽ അതിനെ പരിഹാരകർമ്മം ചെയ്യുക തന്നെ വേണം. അത് മാത്രമല്ല, വേറൊരു ജ്യോത്സ്യനോട് കണ്ട ആദ്യത്തെ ജ്യോത്സ്യൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുകൊണ്ട് ചെയ്യാമല്ലോ. ചിലപ്പോ അങ്ങനെ ഒരു ദോഷം ഇല്ല എന്നാണ് ഈ ജ്യോത്സ്യൻ പറയുന്നെങ്കിലും നമുക്ക് വേറൊരു നല്ല ജ്യോത്സ്യനോട് കാണാം. എന്താ? എടാ, അനുവേ, ഇപ്പൊ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിശ്വാസമായോ? നീ പറഞ്ഞത് വിശ്വസിച്ചതുകൊണ്ടല്ല, എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു ദോഷം ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ. പോറ്റി സാറേ, ഞാൻ കോടതിക്ക് പുറത്തുണ്ട്. അച്ഛൻ വരാൻ വേണ്ടി കാത്തു നിൽക്ക. ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും വരാതിരിക്കില്ല. ആ, പറഞ്ഞു തീർന്നില്ല. ദേ, രണ്ടുപേരും കൂടി എത്തി. ഞാൻ പിന്നെ വിളിക്കാം. അച്ഛന് ദേ അച്ഛൻ. അച്ഛന്. അച്ഛാ. മോളെ. അച്ഛാ. മോളെന്തിനാ കരയുന്നേ? അച്ഛന് ജാമ്യം കിട്ടിയല്ലോ, പിന്നെന്താ? അച്ഛന് വേണ്ടി മോൾ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് അച്ഛനറിയാം. ഇനി ഒരു കുഴപ്പമില്ല. വാ, നമുക്ക് പോവാം. അച്ഛാ. അച്ഛാ. സച്ചേട്ടൻ, അച്ഛൻ നമ്മളെ നോക്കിയത് പോലും ഇല്ലല്ലോ. നമ്മളെ ഇത്ര അച്ഛന് വേണ്ടി ചെയ്തിട്ടും. സാരമില്ല, തമ്പാ.
ദേ നിൽക്കുന്നു നിന്റെ അച്ഛൻ. ഒരു കുഴപ്പവും കൂടാതെ അച്ഛനെ കൊണ്ടുതരുന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. എന്തിനാ കരയുന്നത്? അച്ഛനിങ്ങ് വന്നില്ല മോളെ. അവന്തിയെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇപ്പോഴെങ്കിലും ജാമ്യം കിട്ടിയത്. അച്ഛാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അച്ഛാ, അച്ഛൻ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? എനിക്കൊരകൽച്ചയില്ല. ഹൈക്കോടതിയിൽ നിന്ന് അച്ഛന് ജാമ്യത്തിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തിരുന്നു. ആ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ലോക്കപ്പിലും ജയിലിലും ഒക്കെ കിടന്നിട്ട് വന്നതല്ലേ, ആരതി ഒഴിഞ്ഞു തന്നെ അകത്തേക്ക് സ്വീകരിക്കണം. വാച്ചാ, ഇത് പൂജാമുറി വെച്ചേക്ക്. മഹേശ്വരം പോറ്റി സാറില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പോഴും ജാമ്യം കിട്ടില്ലായിരുന്നു. വക്കീലിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നെ ജയിലിൽ നിറക്കാൻ വേണ്ടി നീ അനുഭവിച്ച കഷ്ടപ്പാട് അച്ഛൻ ഒരിക്കലും മറക്കില്ല. ഇവിടുന്ന് ജാമ്യം കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തു. അന്ന് തന്നെ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പതാ ജാമ്യവും കിട്ടി. ഞാനല്ല, യഥാർത്ഥത്തിൽ മഹേശ്വരം പോറ്റി സാറാ ഇതെല്ലാം ചെയ്ത്.